മക്കത്തും മദീനത്തും പോകാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അല്ലേ? ഉംറയ്ക്ക് പോകാത്തവർ കൈവന്തിച്ചാണ് ഞാൻ പറയുന്നില്ല. നമ്മൾ ഉംറയ്ക്ക് പോകാൻ പൂതിയുള്ളവരൊക്കെ ഒന്ന് കൈവന്തിച്ചാണ്. മദീനത്ത് പോകാൻ പൂതിയുള്ളവർ പെണ്ണുങ്ങളൊക്കെ കൈവന്തിച്ചിരിക്കണം. അൽഹംദുലില്ലാഹ്. ചില പെണ്ണുങ്ങൾ 2 കൈയും വന്തിച്ചിരിക്കണം. അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം. എല്ലാവർക്കും പൂതിയുണ്ട്. എന്നാൽ എൻ്റെ അടുത്തൊരു മരുന്നുണ്ട് മദീനത്തെത്താൻ. നിങ്ങൾക്ക് വേണോ വേണ്ടേ? ആണോ? വെറുതെ കൊടുക്കൂല, ചെറിയ പൈസ വേണം. മരുന്ന് വെറുതെ കിട്ടുമോ? എന്താ വേണ്ടി? നമ്മൾ വെറുതെ കൊടുക്കണോ അതോ എന്താ വേണ്ടി? എന്താ മൂപ്പര് പറയട്ടെ. നമ്മളിപ്പോൾ എന്താ ബൽക്ക് വെറുതെ കൊടുക്കണോ അതോ? നമ്മൾ വയസ്സുള്ള ആൾക്കാരും ഒരു കാരണന്മാരും ഒരു പറഞ്ഞത് കേൾക്കുക. ബലോടൊക്കെ നമ്മൾ വാങ്ങിയതാണെന്നാണ് മൂപ്പര് പറയണത്. അപ്പം ആ ഭാഗ്യക്കാണ് വരവ് വെക്കുക. അപ്പം അല്ലാഹു ഖൈർ തരട്ടെ. ഒന്നിൻ്റെ ഒപ്പം നിന്നോളി. മദീനത്തേക്ക് പോകാൻ പൂതിയുള്ള ആൾക്കാർ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചെല്ലണം. പടച്ചോനെ ഒന്ന് മദീനത്ത് പോകണല്ലോ റബ്ബേ, ചെല്ലല്ലേ നമ്മൾ? റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി സ്വല്ലി. ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ പറയാം കുട്ടികളോട്, മക്കളെ നമുക്ക് ഒരുമിച്ചൊന്ന് മദീനത്ത് പോകണം, മുത്തുനബിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പുറപ്പെടണം. അതിന് മുത്തുനബിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വരി മൗലിദിലുണ്ട്, നമുക്ക് ചെല്ലല്ലേ എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ഇരുന്നിട്ട് ചെല്ലി റബ്ബി വറസുഖ്നാ. എന്താണ് ആ വരി പറഞ്ഞത്? റബ്ബി വറസുഖ്നാ സിയാറത്തഹു, പടച്ചോനെ ഞങ്ങൾക്കൊന്ന് മദീനത്ത് പോകണം, ഒന്ന് എന്നെ മദീനത്ത് എത്തിക്കണം റബ്ബെ. എപ്പോ? ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി, മരിച്ചിട്ട് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടി ആരെങ്കിലുമൊക്കെ എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് മുത്തുനബിൻ്റെ അടുത്തേക്കൊന്ന് പോണല്ലോ, ഭാഗ്യം തരണേ യാ റബ്ബ്.